റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയില്ലേ? പ്രേയർ തുടങ്ങിയിട്ട് അർച്ചനയല്ലേ പ്രേയർ ചെയ്യുന്നേ? തുടങ്ങിക്കോ. വിരിഞ്ഞു നിന്ന താരിലും വിടന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവൂ ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവൂ ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. അഗാധ നീലവാനമ കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക നിത്യവും നിതാന്ത വത്സരോത്സുകം. വിരിഞ്ഞു നിന്ന താരിലും വിടന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. അടുത്തത് തോട്ടാണ്. Good morning, Disha ma'am and my dear friends. Today I am sharing an educational thought by Malcolm X. Education is the passport to the future, for tomorrow belongs to those who prepare for it today. വിദ്യാഭ്യാസം ഭാവിയിലേക്കുള്ള പാസ്പോർട്ടാണ്, കാരണം നാളെ എന്നത് ഇന്ന് അതിനായി തയ്യാറെടുക്കുന്നവരുടേതാണ്. താങ്ക് യു. Good morning, Jisha ma'am and my dear friends. I am Surimi Hasnaya. Today I am signing to Jisha ma'am class. Today I am going to sing a small action song. I have a little nose and I have a little chin. I have a little mouth to put my dinner in. I have a little nose and I have a little chin. I have a little mouth to put my dinner in. Welcome, Jisha ma'am. Thank you. റോഷ്നി മാമിന്റെ പേജ് നമ്പർ എത്രയാണ്? എടാ എനിക്ക് ടെസ്റ്റ് ഇല്ല, ഞാൻ വീട്ടിൽ വന്നോണ്ടേ. വേറെ ആർക്കെങ്കിലും അറിയാമോ?
അവിടെ ഒക്കെ എത്തിയോ? 96 എത്തിയിട്ടില്ലേ ഉള്ളൂ? 113 പേജിൽ ഈ അപർണ മാം ആണ് എടുക്കുന്ന നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. അതെ, ഇപ്പൊ 96th പേജാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡ് ഓൺ ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് വായിക്കോ? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി വരല്ലായിരുന്നു എടുത്തിരുന്നത്. അവിടെ വരെ എടുത്തിട്ടുള്ളൂ. നോളേജ് ആൻഡ് ട്രസ്റ്റ് വരെ എടുത്തിട്ടുള്ളൂ, ബാക്കി എടുത്തിട്ടില്ല. അത് പേജ് നമ്പർ എത്ര? 96. 96-ലെ എച്ച് എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്ന പോയിന്റിലെ കോസ്മിക് ആക്സസ് ടു ദ കൾച്ചറൽ സബ്ജക്ട്, അവിടം വരെ, ആ ട്രൂത്ത്, നോളജ് ആൻഡ് ട്രൂത്ത് വരെ. ആരാ വായിക്കുന്നേ? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ തൊട്ട് വായിക്കട്ടെ. വായിച്ചോട്ടെ? വായിച്ചു. Good morning, all of you. Good morning, ma'am. Good morning. Please continue. Please. ഗുഡ് മോർണിംഗ് മാം. Good morning. ഇന്നപ്പോ ക്ലാസ് ലീഡ്. ഗുഡ് മോർണിംഗ്. ക്ലാസ് ലീഡ് ചെയ്യല്ലേ? ഞങ്ങൾ വായിച്ചില്ല മാം, ജസ്റ്റ് തുടങ്ങാന്ന് വെച്ചിട്ട്. വായനയല്ല, who is going to lead the class? ആരാ ക്ലാസ് എടുക്കാൻ പോകുന്നത്? Yes, please. കഴിഞ്ഞ ഏതൊക്കെയോ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ അത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എനിബഡി ക്യാൻ ടേക്ക് ദ ക്ലാസ്. ഇല്ല മാം, പറഞ്ഞിട്ടില്ല. എന്തോ റീഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. വായിച്ചിട്ട് വന്നിട്ടുണ്ടോ? ജസ്റ്റ് ട്രൈ, നമുക്ക് നോക്കാം പ്ലീസ്. ഒരാള് റീഡ് ചെയ്യാം, ആൾ അതിനെപ്പറ്റി പറഞ്ഞു കഴിയുമ്പോഴേക്കും കൂടുതൽ എന്തെങ്കിലും ആയിട്ട് ആഡ് ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ്. ആൻഡ് പ്ലീസ് സ്റ്റാർട്ട്. ഗിവ് മീ 2 minutes. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം, മരുന്ന് കഴിക്കണം, അതുകൊണ്ടാണ്. സോ പ്ലീസ് സ്റ്റാർട്ട് ദ ക്ലാസ്. യെസ് പ്ലീസ്. ആരാ വായിക്കാൻ? ഇപ്പൊ ആരുമില്ലേ? Yes, ma'am, വായിക്കാം. Please. The child will go through 5 stages in the process. The first stage, in when the child in absorbing the surroundings, he takes in all that is around him and it become a part of him. Second stage is assimilating all the informations he sees. He will order the informations until he gets an understanding of it. That's why the presentation must be clear and consistent and the idea you are teaching isolated. Third stage is when the child becomes familiar with the idea and wants to practice. There is a need for repetition in which he discovers new things. Fourth stage is when the child is using his imagination and he makes connections between the materials and the surroundings. Fifth stage is when the child is doing creative action or spontaneous activity. To encourage this creativity in the classroom, we must look at certain areas such as ഞാൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ.
ഓക്കെ, ഇപ്പൊ റീഡ് ചെയ്തത് വായിച്ചു കഴിഞ്ഞപ്പോ എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ മാം, എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്ക് നമ്മൾ എന്ത് കാര്യം കാണിച്ചു കൊടുക്കുന്നോ അവന്റെ ചുറ്റുപാട് എന്തൊക്കെ കാണുന്നോ അതായിരിക്കും അവൻ ആദ്യം ഉൾക്കൊള്ളുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ രാവിലെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോയാൽ ഞാൻ നൈസായിട്ട് മാറ്റി വെച്ചിട്ട് എടുത്ത് കാക്കയ്ക്ക് കൊടുക്കും. പുറത്ത് കുറെ കാക്കകൾ ഉണ്ടാവും. അപ്പം അതിങ്ങനെ വല്ലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ദിവസം എൻ്റെ മോൻ നല്ല ദോശ എടുത്ത് പിച്ചിപ്പറിച്ച് അങ്ങനെ കാക്കയ്ക്ക് കൊടുക്കും. അവനത് നല്ലതാണോ ചീത്തതാണോ എന്നറിയില്ല, പക്ഷെ കാക്കയ്ക്ക് ഞാൻ കൊടുക്കുന്ന കാണുന്നുണ്ടെങ്കിൽ അവൻ അതേപോലെ എടുത്ത് കാക്കയ്ക്ക് കൊടുക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റേജ് അതാ. മക്കള് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് അവര് കണ്ടിട്ട് അത് അവരെ മനസ്സിൽ വെച്ചിട്ട് പിന്നെ നമ്മളൊരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യാതെ വരുമ്പം അവര് സ്വന്തമായിട്ട് അതിന് മുന്നിട്ടിറങ്ങും. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അബ്സോർവ് ചെയ്യുകയും അത് അവര് ഉൾക്കൊള്ളുകയും അതിന്റെ ഒരു ഭാഗമാവാൻ ശ്രമിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ കൂടെ ആ ഒരു പ്രോസസ് 5 സ്റ്റേജസിലൂടെ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ഇപ്പൊ റീഡ് ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ ഓർക്കായിരുന്നു, കുട്ടിയിലേക്ക് അപ്പൊ ഒരു മെസ്സേജ് ചെല്ലുന്നുണ്ടോ, കരിഞ്ഞു പോയത് കാക്കയ്ക്കും നല്ലത് നമുക്കെന്നൊരു മെസ്സേജ് പോകുന്നുണ്ടോ? അത് കാരണം കുട്ടിക്ക് ഒരു കാക്കയോടൊരു സിമ്പതി തോന്നിയ നല്ലതെടുത്ത് കൊടുത്തതാണോ? അത് പറയാൻ പറ്റില്ല മാം. നമ്മൾ പിന്നെ കുറച്ച് നല്ലത് നമ്മൾ എത്ര പേര് കഴിക്കുന്നു അറിയില്ല. അപ്പൊ നല്ലതോ നാശായതോ ഒന്ന് കഷ്ണം എടുത്തിട്ട് കാക്കയ്ക്ക് കൊടുക്കും. ചിലപ്പോൾ കഴിച്ചതിന്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിലോ ചോറൊക്കെ ഉണ്ടെങ്കിലോ ഉരുട്ടിയിട്ട് കുറച്ച് കാക്കയ്ക്ക് കൊണ്ട് വെച്ച് കൊടുക്കും. കാക്ക അങ്ങനെ വല്ലാണ്ട് ഒച്ചപ്പാടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചില സമയം അവൻ കഴിക്കുന്നതിന് മുമ്പ് എടുത്ത്, അതും നല്ലൊരു കാര്യമാണ്. അതിപ്പോ നാശായതാണോ നല്ലതാണെന്ന് അവർക്ക് ആ ഒരു മൈൻഡ് ഉള്ളത് നല്ല അത് തന്നെയാണ് കേട്ടോ. കാരണം അത് വേണം. ഇപ്പോഴത്തെ കാലഘട്ടത്തില് അതിങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു ടൈമാണ്. പക്ഷേ നമ്മളിപ്പോ പണ്ടത്തെ പോലെയല്ല, ആഘോഷങ്ങള് നമ്മളിപ്പോ ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും എന്തൊക്കെ ലിമിറ്റേഷൻസിനാണെങ്കിലും നമ്മളത് ഇപ്പോ എല്ലാരും ചേർന്ന് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ തിരിച്ചും പച്ചയായ മനുഷ്യനായിട്ട് മാറുക, ഒരു ജൈവ മനുഷ്യനായിട്ട് മാറുകയാണ് ശരിക്കും. അങ്ങനെ വരുമ്പോ പഴയ പോലെ തന്നെ ഈ ഒരു കൺസേൺ, കരുതൽ, സ്നേഹം ഇതെല്ലാം എല്ലാരിലും ഉണ്ടാകുന്നാണ് എനിക്കിങ്ങനെ ഈ ഓരോ ഗ്യാതറിങ്സ്, ഗെറ്റ് ടുഗദർ ഒക്കെ വരുമ്പോ. പണ്ടൊക്കെ പണ്ട് മീൻസ് ഒരു ടീനേജ് സമയത്തും അതിന് മുമ്പ് ആ ഒരു അഡോളസൻസ് ആ ഒരു ടൈമിലൊക്കെ ഈ ഗ്യാതറിങ്ങിലേക്ക് പോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ഒത്തിരി ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കും, ഞാൻ എന്തോരം അതുപോലുള്ള കൂടിച്ചേരലുകൾ മിസ് ചെയ്തു. ഇപ്പൊ ഞാൻ ഒന്നും മിസ് ചെയ്യില്ല. എവിടെ കിട്ടും അവിടെയൊക്കെ പോകും. ആ ഒരു രീതിയിൽ ഒരു മാരേജ് ഒരാൾ വിളിച്ചാലും എല്ലാം ഞാൻ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആ ഒരു ഗ്യാതറിങ്സ് നൽകുന്ന ഒരു എന്താ പറയാ ഒരു സന്തോഷം, പിന്നെ ഒരു വി ഫീൽ വൺനെസ്, നമ്മളൊരു ഗ്രൂപ്പിലാകുമ്പോഴുള്ള ഒരു ഫീൽ, അതൊരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകും, കുറച്ചുകൂടെ നമുക്കൊരു യങ് ഫീൽ ചെയ്യും എന്നൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ ഈ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദിവസം ഓണം സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ടാവും, ഇൻഡിപെൻഡൻസിന്റെ സെലിബ്രേഷൻ ചെയ്തു. ഈവൻ ദോ ശബ്ദങ്ങൾ മാത്രം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു പേര് കണ്ടിട്ടുള്ളവരൊക്കെ കൂടെ കോർഡിനേറ്റ് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. നിങ്ങൾക്കും ആ ഒരു വൺനെസ്, ഒരു വി ഫീല് തോന്നിയിട്ടുണ്ടാകും അല്ലെ? അപ്പം കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഇതൊരു പെറ്റിനോടാണെങ്കിലും ശരി, മറ്റു മനുഷ്യരോടാണെങ്കിലും ശരി, അത് ആ ഒരു എമ്പതി, ആ ഒരു എമ്പത്തറ്റിക് വേ അതിനും കൊടുക്കണം. അതൊന്നും വിഷക്കുണ്ടാവും എന്നെ പോലെ തന്നെ എന്നൊരു ഫീല് തോന്നുന്നതുകൊണ്ടാണ് അവര് അങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ഫിഷൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പൂച്ചകൾ വന്ന് എന്തായാലും മണം പിടിച്ചൊന്നും കാര്യമല്ലോ. അപ്പൊ മോൻ പറയും കേട്ടോ, കുഞ്ഞിലെ തുടങ്ങി, ഇപ്പൊ അവൻ 9ാം ക്ലാസ്സിലായി, അവൻ എപ്പോഴും പറയും അവന് ഫിഷ് അത്ര ഇഷ്ടമല്ല. അപ്പൊ അവൻ പറയും അതിനും കൊടുക്കുക, ഇതിനും കുറച്ചെടുത്ത് കൊടുക്കുക, ഒരെണ്ണം കൊടുത്തേക്കെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അപ്പം കുട്ടികളിൽ ആ ഒരു നന്മയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അവരുടെ സറൗണ്ടിങ്സ്, മോൻ പഠിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കോൺവെന്റ് സ്കൂളാണ് കേട്ടോ. CBSE ആണ്, പക്ഷെ ഭയങ്കര ഹൈഫൈ CBSE സ്കൂളൊന്നുമില്ല. മോളും അവിടെ തന്നെ പഠിച്ച LKG തുടങ്ങി 10th വരെ ഉള്ളൂ. ഇവർക്ക് അവിടെ നിന്ന് കിട്ടിയ ഗുഡ് വാല്യൂസ് പലതവണ എന്നോട് പലരും പറഞ്ഞു. ഈവൻ മോന്റെ ഒപ്പം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയുടെ പാരന്റ് ആ കുട്ടിയെ വേറൊരു കുറച്ചുകൂടെ ടോപ്പ് ഒരു സ്കൂളിലേക്ക് മാറ്റി. അപ്പം എന്നോട് പറഞ്ഞു, ഇവിടുന്ന് മാറ്റൂ കുട്ടികളുടെ ലാംഗ്വേജ് ശരിയാവില്ല, അങ്ങനെ ആവില്ല.
ഞാൻ നോക്കുമ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നമ്മൾ വീട്ടിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അവര് പഠിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ ടീച്ചർ പഠിപ്പിച്ചാലും അവരുടെ ഒരു രീതിയിൽ അവർ പഠിക്കുന്നുണ്ട്, അവരുടെ പൊട്ടൻഷ്യലില്. കുട്ടിക്ക് അവിടെ നിന്ന് കിട്ടുന്ന മോറൽ വാല്യൂസ്, ആ ഒരു സുഹൃത്തുക്കള്, മീൻസ് ഇവരെ കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോന്റെ അതെ മോളുടെ അതെ അവരാരും ഇങ്ങനെ ജലസ് അങ്ങനെയുള്ളതൊന്നല്ല. ഒരു സുഖമില്ലായ്മ വരുമ്പോ കളിയാക്കും. മീൻസ് ഇപ്പൊ വയറിനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴേക്കും ചില കുട്ടികൾ കളിയാക്കും അല്ലെ, അങ്ങനെയൊന്നുമില്ല. ഇവര് ഭയങ്കര കെയർ ചെയ്യുന്ന കുട്ടികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ എന്റെ മോന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടിയെ 7ാം ക്ലാസ്സോ 6ാം ക്ലാസ് ആയപ്പോ വേറൊരു ടോപ്പ് സ്കൂളിലേക്ക് മാറ്റിയ ആ ഒരു ഫാദർ കഴിഞ്ഞ ദിവസം എന്നോട് വന്നു പറഞ്ഞു, അതായത് അവിടെ കുട്ടികൾക്ക് വാല്യൂസേ കിട്ടുന്നില്ല, കുട്ടികൾ വളരെ സെൽഫിഷ് ആയിട്ടാണ് ആ സ്കൂളിൽ നർച്ചർ ചെയ്തു പോകുന്നത്. ഒരു കുട്ടി ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ അന്ന് പഠിപ്പിച്ച നോട്ട്സ് ഏതാന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പോലും കുട്ടികൾ ഷെയർ ചെയ്യില്ല. അങ്ങനെ ഭയങ്കര ഒരു മത്സര ബുദ്ധിയും ഒട്ടും ഹെൽത്തി അല്ലാത്ത ഒരു കോമ്പറ്റീഷൻ മൈൻഡും ഒക്കെ ആയിട്ടാണ് കുട്ടികൾ അവിടെ നർച്ചർ ചെയ്തു പോകുന്നത്. അപ്പൊ അത് ആണ് പുള്ളിക്ക് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായത്. പിന്നെ മാറ്റാനും പറ്റില്ലല്ലോ. അപ്പൊ പുള്ളി ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുവാണ്. കാരണം ഭയങ്കര ലാംഗ്വേജ് വേണം, സ്റ്റാൻഡേർഡ് വേണം എന്ന് വിചാരിച്ച് സ്കൂള് മാറ്റുമ്പോൾ നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം. സ്കൂളിൽ എഡ്യൂക്കേഷൻ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു സബ്ജക്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല, ആളെ ഒരു മനുഷ്യനാക്കി മാറ്റുക ചെയ്യുന്നത്. കുറെ ഗുഡ് വാല്യൂസ്, മോറൽ വാല്യൂസ് എല്ലാം കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ്. അപ്പം ആ സ്കൂളിന്റെ എൻവയോൺമെന്റ് അങ്ങനെയാകാൻ കാരണം ഡെഫിനറ്റ്ലി അവിടുത്തെ ടീച്ചർമാർ തന്നെയാണ്. അങ്ങനെ ഒരു എൻവയോൺമെന്റ് ആ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികളിൽ ആ ഒരു മോറൽ വാല്യൂസ്, ഗുഡ് വാല്യൂസ് വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മന്ത്രിയുടെ പരാമർശം ഉണ്ടായി, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദി അധ്യാപകനാണെന്ന്. ആക്ച്വലി കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിന്റെ ഉത്തരവാദി അധ്യാപകനാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ പുറകിൽ ഒത്തിരി സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാകാം, വീട്ടിലുണ്ടാകാം, സ്കൂളിലുണ്ടാകാം, കുട്ടി വേറെ സൊസൈറ്റി എവിടെയെങ്കിലും പീർ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ കുട്ടി മോശമാകുന്നതിന്റെ ഉത്തരവാദി ഒരു ടീച്ചറാണെന്ന് പറയുന്നതിൽ ഒട്ടും കഴമ്പില്ല. എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഓവർ ഇറ്റ് ഈസ് അതൊന്ന് ചിന്തിച്ച് അദ്ദേഹം പറയേണ്ടതായിരുന്നു. വിത്ത് ഓൾ റെസ്പെക്ട് ഐ ആം സെയിങ്. ഒരിക്കലും ഒരു ടീച്ചറെ ബ്ലെയിം ചെയ്യല്ല വേണ്ടത്. ഒരു കുട്ടി മോശമാവുമ്പോൾ, ഒരു കുട്ടി മോശമായാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ ഏറ്റെടുക്കണം. അവനെ നേരെയാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഡ്യൂട്ടി. പക്ഷെ അവൻ അങ്ങനെ ആയിപ്പോയതിന് കാരണം ഒരു അധ്യാപകന്റെ നേരെ വിരൽ ചൂണ്ടുകയല്ല വേണ്ടത്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അധ്യാപകർക്ക് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. കുട്ടിയെ ഒന്ന് നോക്കി കണ്ണ് ഉരുട്ടിയാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഈവൻ അങ്ങനെ ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ജസ്റ്റർ പോയാലും അത് ആ കുഞ്ഞിന്റെ മാനസിക ഇതിനെ ബാധിക്കും. അത് ശരി തന്നെയാണ്. അപ്പോ ഒരു കുഞ്ഞ് അങ്ങനെ മാറുന്നതിന് അതിന് പുറകിൽ ഒത്തിരി റീസൺസ് ഉണ്ട്. അതൊരു അധ്യാപകൻ കാരണമാവണമെന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, അധ്യാപകരുടെ പെരുമാറ്റം കൊണ്ട് കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി, അതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ കാടടച്ച് വെടിവെക്കുന്ന പോലെ അതിനെല്ലാം കാരണം അധ്യാപകനാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കൺസെപ്റ്റ് ഡിവൈൻ ജോബ്, അവർക്ക് അതിനുള്ള ഒരു സ്പേസ് ആ ടീച്ചർക്ക് കൊടുത്താലാണ് ആ കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടിയുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി പറഞ്ഞപ്പോൾ മറിയ മോണ്ടിസോറി ഫോക്കസ് ചെയ്ത് പറഞ്ഞത്, ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്, എൻഹാൻസ് ചെയ്ത് പറഞ്ഞത് കുട്ടിയെ റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുക. കുട്ടിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതും റിയൽ സ്റ്റോറി ആയിട്ട്, റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക. നമ്മൾക്കൊക്കെ ഇഷ്ടമായിരുന്നു അല്ലെ ചെറുപ്പത്തില് സിൻഡ്രല്ലയുടെ കഥ, സ്നോ വൈറ്റിന്റെ കഥ, അതുപോലെ തന്നെ ആരൊക്കെയായിരുന്നു അങ്ങനെ ആലീസ് ഇൻ വണ്ടർലാൻഡ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചില ഇതൊക്കെ നമുക്ക് ടി വിയില് പ്രോഗ്രാമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു ഏജ് വന്നപ്പോ, ജസ്റ്റ് അഡോളസൻസിലേക്ക് കടന്നപ്പോ നമുക്ക് അത് അറിയാം, റിയൽ ആണോ അൺറിയൽ ആണോ എന്നുള്ളത് മനസ്സിലായി. അത് ചെയ്താൽ മതി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ റിയൽ സ്റ്റോറി പറഞ്ഞു കൊടുത്താൽ മതിയോ? ബട്ട് റിയൽ ഹീറോസ്, അവരെ പറ്റിയും പറഞ്ഞു കൊടുക്കണം. ഇവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാന്റസി കഥകളും അവർ കേൾക്കട്ടെ. പക്ഷെ ഫാന്റസി കഥ കേട്ട് അവര് സ്വയം ആ ഒരു ഇമാജിൻ ചെയ്ത ആ ഫാന്റസി വേൾഡിലേക്ക് പോകുക എന്നുള്ളതിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരണം. ആ രീതിയിൽ അതൊരു കഥയാണ്, നമ്മൾക്കുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ്. ഇങ്ങനെ ഒരു കാര്യം അത് റിയൽ അല്ല. പലപ്പോഴും ഫിലിം സ്റ്റാർസിനെ ഇവര് അനുകരിക്കും. ഇപ്പോഴത്തെ മൂവികളിലൊക്കെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ യൂസ്, ഇതൊക്കെ ചെയ്യുന്നത് ഹീറോ ആയിരിക്കും അല്ലെ.
ഹീറോ ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇതൊക്കെ ചെയ്യുന്നത്. കുട്ടിയുടെ മനസ്സിലായ ഹീറോയുടെ രൂപം അതാണ്. കണ്ടിന്യൂസ് സ്മോക്ക് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നു, അബ്യൂസീവ് വേർഡ്സ് പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിനൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻ അവർ പറയുന്ന വെച്ചാൽ ഇത് നടക്കുന്ന കാര്യമല്ലേ എന്നുള്ളതാണ്. പക്ഷെ ഈ നടക്കുന്ന കാര്യങ്ങൾ കുട്ടിയുടെ ഉള്ളിലേക്ക് എത്ര ടോക്സിക് ആയിട്ടാണ് കയറുന്നത് എന്നുള്ളത് മീഡിയാസ് ചിന്തിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള മൂവീസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികളുടെ ധാരണ ഹീറോയെ പോലെ സ്മോക്ക് ചെയ്യണം, ഹീറോ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നു, അയാൾക്ക് അതിനോട് പവർ കിട്ടുന്നു, അയാളുടെ ഡയലോഗ്സ് വരുന്നു, അയാൾ ഭയങ്കരമായിട്ട് സ്റ്റണ്ട് ഫൈറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അല്ല അവരുടെ മനസ്സിലേക്ക്. അങ്ങനെ ഒരു റോങ് മെസ്സേജുകൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏജിൽ ഇവര് ഹീറോസിനെ ഫോളോ ചെയ്യുന്ന ഒരു ഏജ് ഉണ്ട്. പക്ഷെ ഒരു മെച്യൂരിറ്റി വരുമ്പോൾ ദേ നോ ദാറ്റ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. അതവർക്ക് വരണം. വരാതെ വരുമ്പോഴാണ് ഇവര് ചെളിക്കുണ്ടിലേക്ക് പോകുന്നത്. അപ്പൊ അതൊക്കെ നമ്മളുടെ ടീച്ചേഴ്സും പാരന്റ്സും ആണ് ശ്രദ്ധിക്കേണ്ടത്. അവരങ്ങനെ മായാലോകങ്ങളിലൊക്കെ പെടും. അവിടെ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്ന ദിസ് ഇസ് ദ റിയൽ വേൾഡ്, നീ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യൂ എന്നുള്ള രീതിയിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡയറക്ട്ലി പറഞ്ഞാൽ ഒരു പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കില്ലായിരിക്കും. പക്ഷെ അതിനല്ലാതെ നമുക്ക് അവരെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാം. സ്കൂളുകളിലും ചില പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ, NSS ക്യാമ്പ് അങ്ങനെയുള്ളതൊക്കെ. അവിടെ കുട്ടികളെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാണ്. അവർ തന്നെ കുക്ക് ചെയ്യുന്നു, അവരെല്ലാം ക്ലീൻ ചെയ്യുന്നു, അവര് ചുറ്റുപാടും ക്ലീൻ ചെയ്യുന്നു, ചെടികൾ വളർത്തുന്നു, തൈകൾ പിടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നു. അതൊക്കെ അപ്പോൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പല പ്രോഗ്രാംസും ഉണ്ട്. അത് ശരിയായ രീതിയിൽ ഫോളോ അപ്പോടുകൂടി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ചെയ്യേണ്ടതല്ലാണ്ട് വൺസ് ആ ഒരു ഡേയിൽ അല്ലെങ്കിൽ ആ ഒരു 10 day ക്യാമ്പ് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളതല്ല. അതിന്റെ ഫോളോ അപ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തണം, അതാണ് വേണ്ടത്. ഓക്കെ ഫൈൻ. അപ്പൊ കുട്ടിയുടെ ആ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ആ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കുട്ടി സറൗണ്ടിങ്സിൽ നിന്നെല്ലാം അബ്സോർബ് ചെയ്യുന്നു, എല്ലാം അവന് ചുറ്റുമുള്ളതെല്ലാം എല്ലാം അവന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുവാണ് നേച്ചറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ. പിന്നെ കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു പ്രായത്തിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതൊരു നോളജ്, ഒരു അറിവായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ വെക്കും. അതുപോലെ തന്നെയാണ് കുട്ടി ചെയ്യുന്നത്. അപ്പൊ അതൊരു സിസ്റ്റമാറ്റിക് ഓർഡറിലായിരിക്കും കിട്ടുന്ന ഇൻഫർമേഷനെ കുട്ടി കാണുന്നത്. ഇപ്പൊ ഒരു ചെടി നടുന്നത് നമ്മൾ കുട്ടിയുമായിട്ട് നിന്ന് നമ്മളൊരു ചെടി നടാൻ പോവാ, മീൻസ് ഒരു പയർ വിത്ത് നമ്മൾ കുഴിച്ചിടുകയെന്നായിരിക്കും. നമ്മൾ പയർ വിത്ത് കുഴിച്ചിടുന്നു, അതിന്റെ മുകളിൽ മണ്ണ് നല്ലപോലെ ഇളക്കി ആണ് പയർ വിത്ത് കുഴിച്ചിട്ടിട്ട് നമ്മൾ ദിവസവും കുട്ടിയുമായിട്ട് ചെന്ന് അതൊന്ന് നനയ്ക്കി കൊടുക്കുന്നു. ചെറിയ ചെടികളെ നനയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ ഫോഴ്സ് വളരെ കുറയണം. കാരണം വെച്ചാൽ അങ്ങനെ ആ രീതിയിൽ നനച്ചു കൊടുക്കും. 2-3 ദിവസത്തിനുള്ളിൽ അതില് മുള പൊട്ടും അല്ലെ, അത് പൊട്ടി പുറത്തേക്ക് ഇങ്ങനെ വരും. അതൊക്കെ കുട്ടിക്ക് വളരെ കൗതുകമുള്ള കാഴ്ചയായിരിക്കും. കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിന് വെള്ളം നനയ്ക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നനയ്ക്കണം എന്നുള്ള രീതിയിൽ പറയാം. കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ അതിന്റെ സ്റ്റെം നല്ല സ്ട്രോങ് ആയി, റൂട്ടൊക്കെ സ്ട്രോങ് ആയി അത് വലുതാകുന്നു. അപ്പൊ ഈ ഒരു വളർച്ച കുട്ടി കാണുന്നു. അപ്പൊ അങ്ങനെ പല പല ആക്ടിവിറ്റീസിലൂടെ അവരെ നേച്ചറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവൻ ആ ഓർഡർ മനസ്സിലായി. ഫസ്റ്റ് ചെയ്യേണ്ടതാണ് വിത്ത് നല്ലപോലെ ഇളക്കമുള്ള മണ്ണിൽ കുഴിച്ചിടുക, അത് ഡാമ്പായിരിക്കണം, നനച്ച് കൊടുക്കണം. അങ്ങനെ ദിവസവും പോയി അതിനെ ശ്രദ്ധിക്കുക, അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യം. അവൻ അതിനോട് സംസാരിക്കുന്നെങ്കിൽ സംസാരിച്ചോട്ടെ, ദാറ്റ് ഇസ് വെരി ഗുഡ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നോട്ടെ. അങ്ങനെ ആ ഒരു ഓർഡർ കുട്ടിക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ, ഇപ്പൊ ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം നിറയ്ക്കുന്നു. അപ്പൊ ഫസ്റ്റ് അവനറിയാം ഗ്ലാസ് എടുക്കണം, നീറ്റ് ആയിട്ടുള്ള ഗ്ലാസ് എടുക്കണം, ജഗ് എടുക്കണം, ജഗ്ഗിൽ നിന്ന് പതുക്കെ വെള്ളം ഒഴിക്കണം. അഥവാ സ്പിൽ ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തുടയ്ക്കാനുള്ള ക്ലോത്ത്. അപ്പൊ ആ ഓർഡർ കുട്ടിക്ക് അറിയാം, ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യണം, അത് കഴിഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് കിട്ടുന്ന ഇൻഫർമേഷനെ അവർ അനലൈസ് ചെയ്ത് ഓർഡർ ആക്കുന്നത്. നെക്സ്റ്റ് 3rd സ്റ്റേജ് വരുമ്പോ ഇപ്പൊ കുട്ടിക്ക് ആ ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന അറിയാം, അല്ലെങ്കിൽ പയറുവിത്ത് കുഴിച്ചിട്ട് അതിനെ മുളപ്പിക്കുന്നത് അറിയാം. ആ ഒരു ഐഡിയ കിട്ടുന്നു. അവനത് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഡെമോ ചെയ്ത് കൊടുത്തു, അത് കണ്ട് അവർക്ക് അത് താല്പര്യം തോന്നി, അവർ മനസ്സിലാക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതാണ് ആ ഒരു അതവൻ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അവന് പുതിയ പുതിയ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഒഴിച്ചിട്ട പയറുവിത്തിന്റെ ആ 2 പാർട്സ് ഈ മുളച്ചു വന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അവൻ കാണുന്നു. അപ്പൊ അവന് പുതിയ പുതിയ രീതിയാണ് അതിന്റെ ആ 2 ഭാഗം അതിന്റെ ഫുഡ് ആവുന്നതും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലും. അതിനൊരു തൊലിയുണ്ട്, ഈ തൊലി വിത്തുകള്
ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊരു വിത്തിന്റെയും സ്കിന്നുള്ളത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ദെൻ ഫോർത്ത് സ്റ്റേജ് വന്നിട്ട് കുട്ടി അവന്റെ ഇമാജിനേഷൻ യൂസ് ചെയ്യും. ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്ത് പല രീതിയിൽ ഇമാജിനേഷൻസ് ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ എന്നല്ല ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാരും ചെയ്തിട്ടുണ്ടാവും ചെറുപ്പത്തില്. ഇങ്ങനെ കുഴിച്ചിട്ടത് ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ, ചെന്ന് എടുത്തു നോക്കും വേരുണ്ടോ എന്നുള്ളത് അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിൽ പല രീതിയിലുള്ളൊരു ഇമാജിനേഷനും മെറ്റീരിയൽസ് സറൗണ്ടിങ്സും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് റോസ് നടുമ്പോഴായിരുന്നു എനിക്കത് ഭയങ്കര ഒരു ഇത്. പയറുവിത്തൊക്കെ മുളകുമ്പോൾ അത്രയും ശ്രദ്ധിക്കില്ല. റോസ് നല്ല ഭംഗിയുള്ള പൂവ്, മണമുള്ള പൂവ് അത് കിട്ടണമല്ലോ. റോസിന്റെ കമ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ മണ്ണീന്നെടുത്ത് നോക്കിയിട്ടുള്ളത്, വേര് വന്നിട്ടുള്ളത്. നാശമായിട്ടുണ്ട്, നാശാവും. ചിലത് പിടിച്ചു പിന്നെയും വീണ്ടും വീണ്ടും കുഴിച്ചു വെച്ച് പിന്നെയും പിടിച്ചു വരാറുണ്ട്. പക്ഷെ നാശമായി പോയത് കണ്ടപ്പോ ഇനി അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഐഡിയ, ആ ഒരു കൺസെപ്റ്റ് കിട്ടും. നെക്സ്റ്റ് ഫിഫ്ത് സ്റ്റേജ് ക്രിയേറ്റീവ് ആയിട്ടും സ്പോണ്ടേനിയസ് ആയിട്ടും ആക്ടിവിറ്റി. അപ്പൊ ഇവരെ അങ്ങനെ നമ്മൾ എൻവയോൺമെന്റുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ അവർ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടും സ്പോണ്ടേനിയസ് പെട്ടെന്നുള്ള രീതിയിലും ആക്ടിവിറ്റീസ് ചെയ്യും. അത് ശരിക്കും എൻകറേജ് ചെയ്യുവാണ് കുട്ടിയെ. അപ്പൊ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി കുട്ടിയെ ബൂസ്റ്റ് ചെയ്യുവാണ് കുട്ടിയുടെ ഡെവലപ്മെന്റിന് ക്ലാസ് റൂമില്. ഇനി ഇത് കുറച്ചുകൂടെ ഏജ് ആകുമ്പോൾ കുട്ടിയുടെ അക്കാദമിക്കിലും അതിന്റെ പെർഫോമൻസിലും ഈ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി കുട്ടിയെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ ആകെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടി ഇമാജിനേഷൻ ചെയ്ത് അത് ക്രിയേറ്റീവായ ആക്ടിവിറ്റി ആയിട്ട് മാറണം. അല്ലാതെ ഇമാജിൻ ചെയ്തൊരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന ഒരാളായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ ചെയ്യേണ്ടത്. കാരണം അവനത് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കി അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി സെൽഫ് ബൂസ്റ്റ് ആകണമെന്നേ ഉള്ളൂ. ഇമാജിനേഷൻ ഒരു റോങ് ആയിട്ടുള്ള കാര്യമല്ല, ഇറ്റ്സ് റൈറ്റ്. അത് ശരിയായ രീതിയിൽ ചെയ്തു വരുമ്പോൾ. ഇനി സർട്ടൻ ഏരിയാസിൽ നമുക്ക് ഇതെല്ലാം കാണാനായിട്ട് പറ്റും. താഴെ നിങ്ങൾക്കൊരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ലേണിങ്ങും മെറ്റീരിയൽസും തന്നെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ ക്ലാസ്സിലാണ് പറഞ്ഞെന്ന് ഓർമ്മയില്ല, ആരോ ഒരാൾ പറയണ്ടായി ആളുടെ കസിൻ സിസ്റ്റർ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ ഏരിയ, ഈ മോണ്ടിസോറി മെത്തേഡ് പോലെ തന്നെ ഓരോ ഏരിയ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികൾ ഒട്ടും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ പുറകെ പോകാറില്ല, TV കാണാറില്ല, കാർട്ടൂൺസിന് അഡിക്റ്റ് അല്ല. അങ്ങനെ ആ ഏരിയയിൽ കളിക്കാനാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ അവര് ജനിച്ച് 1 വയസ്സാകാറായപ്പോഴാണ് ഇതുപോലെ ഏരിയ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് വീട്ടില്. അവർ ഓരോ ഏജ് ആകും തോറും അത് കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം ആ കുട്ടിയുടെ ഒരു സമപ്രായക്കാരൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരെയും കൂട്ടി ആ ഒരു ഏരിയയിലേക്ക് പോയി ഒരുമിച്ചിരുന്ന് കളിക്കുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെയാണ് താഴെ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാം, നമ്മളൊരു സ്കൂൾ നമ്മൾക്കുണ്ടെങ്കിൽ സ്കൂൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ ചെയ്യാം. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇങ്ങനെ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഏരിയയുടെ പേര് കാണും, അതിലെന്താണ് മെറ്റീരിയൽസ്, അവിടെ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആണ് ടേബിള് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ടേബിള് മുഴുവനായിട്ട് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? യെസ് പ്ലീസ്. ലേണിംഗ് വായിക്കുക, അതിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന മെറ്റീരിയൽസ് വായിക്കുക. അപ്പൊ തന്നെ അത് എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ പറയുക. അതെ അതെ. Okay. Learning materials. Construction area. Many boxes with junk. The child can use his imagination and make whatever he wants. അതായത് ഈ ഒരു പോയിന്റിൽ പറയുന്നത് കൺസ്ട്രക്ഷൻ ഏരിയനെ കുറിച്ചാണ്. അവിടെ ഒരുപാട് ജങ്ക് ബോക്സസ് ഉണ്ടാവും, അതായത് ഇതൊക്കെ വെച്ചിരിക്കുന്ന ബോക്സസ് ഉണ്ടാവും. അതുവഴി കുട്ടികൾക്ക് അവരുടെ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, അതായത് അവർക്ക് എന്താണോ ആവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇമാജിൻ ചെയ്ത് അവർക്ക് എന്താണ് ആവശ്യമുള്ളത് അവർക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു.
നമ്മുടെ ആ, പിങ്ക് ടവർ ഒക്കെ ചിലപ്പം ഈ സെക്ഷനിലായിരിക്കും വരിക. അതെ, പിങ്ക് ടവർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് അത് വെച്ചിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിൽ അത് അവർ ബോക്സസ് അറേഞ്ച് ചെയ്ത് അവർക്ക് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ടെക്നോളജി ഏരിയ. അതിൽ വരുന്നത് വുഡ്, ഇലാസ്റ്റിക് ബാൻഡ്സ് എക്സെട്ര. ഫോർ എക്സാമ്പിൾ, ദ ചൈൽഡ് ക്യാൻ പ്ലാൻ എ മോഡൽ ഓൺ പേപ്പർ ആൻഡ് ദെൻ ക്രിയേറ്റ് വൺ. ഈ ഒരു ഏരിയയിൽ വരുന്നത് വുഡ്, ഇലാസ്റ്റിക് ബാൻഡ്സ് തുടങ്ങിയവയായിരിക്കും. അത് വെച്ചിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ നിർമ്മിക്കാനും പേപ്പറുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള മോഡലുകൾ നിർമ്മിക്കാനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പ്ലാൻ ചെയ്യാനും സഹായിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് സയൻസ് ഏരിയ. സാൻഡ് പിറ്റ് ഇൻ ദ ഗാർഡൻ, വാട്ടർ പ്ലേ. എനിക്ക് മനസ്സിലായില്ല അതെന്താണെന്ന്. സാൻഡ് മണ്ണാടും, മണ്ണിന്റെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവില്ല. സാൻഡ് പിറ്റ് ഇൻ ദ ഗാർഡൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗാർഡൻ ഏരിയയിലായിരിക്കും ചിലപ്പം മൺകുഴികൾ ഉണ്ടാവില്ലേ? മൺകൂനകള്. പൂന്തോട്ടത്തിൽ മൺകുഴികളും പിന്നെ വെള്ളത്തിൽ കളിക്കാലോ. വെള്ളത്തിലുള്ള കളി. അത് തേർഡ് സ്റ്റേജ് അല്ലേ, അപ്പം ആ ഒരു ഏജിലേക്ക് പിള്ളേർ എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ സാൻഡിന്റെ ഓരോ സാധനങ്ങൾ, മണ്ണ് വെച്ചിട്ടുള്ള ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അതേപോലെ വാട്ടർ ഉപയോഗിച്ചിട്ട് ചില ചെറിയ കളികളൊക്കെ നടത്താൻ പറ്റും. ആ ഒരു ടൈം ആയിരിക്കും. വെള്ളത്തിൽ കളിക്കാൻ ആർക്കും ഇഷ്ടമുള്ളത് എല്ലാവരും ഇഷ്ടമില്ല. എല്ലാവർക്കും ആഡ് ചെയ്യാട്ടോ, കാരണം മക്കള് വീട്ടിലുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ടുള്ളവരും നമ്മുടെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ഡിസ്കഷൻ ഫോറം പോലെ തന്നെ ഒന്ന് ആഡ് ചെയ്ത് പൊക്കോളൂ. ഞാൻ ഒബ്സർവ് ചെയ്യുമായിരിക്കും കേട്ടോ. ഓക്കെ മാം. നെക്സ്റ്റ് വരുന്നത് മാത്സ് ഏരിയ. അതിൽ വരുന്നത് ബോർഡ് ഗെയിംസ്, ഷെയ്ഡ്സ് ഓഫ് ഓൾ പാറ്റേൺസ്. പലതരത്തിലുള്ള ബോർഡ്സ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ നമ്പർ ബോർഡ്സ്, ഷേപ്സ്, അവർക്ക് അതിനെക്കുറിച്ച് അതെല്ലാം യൂസ് ചെയ്തിട്ട് അവരുടെ എന്താ പറയണ്ട, അവരുടെ കഴിവുകൾ അവർക്ക് വികസിപ്പിക്കാനായിട്ട് സാധിക്കും. പല ഷെയ്പ്സുകൾ, അവർക്ക് ഏതൊക്കെ ഷെയ്പ്സ് ആണ് അത് കാണുമ്പോൾ അവർക്ക് അതെല്ലാം ഏതൊക്കെ ഷേപ്സ് ആണ്, അതെല്ലാം ഇപ്പം ഒരു സർക്കിൾ കാണുവാണെങ്കിൽ സർക്കിൾ ഷേപ്പിലുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ്, അവരുടെ ചുറ്റും പാട് നോക്കിയിട്ട് അവർ സർക്കിളിലുള്ളത് ഏത്, ഇപ്പം ക്ലോക്ക് സർക്കിളിലാണ് ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ബോർഡ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്പർ അല്ലെങ്കിൽ ഇപ്പം ആൽഫബറ്റ്സ് ആണെങ്കിലും ഇപ്പം മാത്സ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് നമ്പർ ബോർഡ് യൂസ് ചെയ്യാം. നമ്പർ ബോർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മാത്സിൽ ഇപ്പം വരുന്ന ഓരോ നമ്പേഴ്സും കാണുമ്പം അത് ഏതൊക്കെ നമ്പേഴ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് വെച്ചിട്ട് നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാനും അവർക്ക് സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ലാംഗ്വേജ് ഏരിയ ആണ്. ടെൽ ദ ചിൽഡ്രൻ എ സ്റ്റോറി ആൻഡ് ദേ ക്യാൻ റീടെൽ ഇറ്റ്, ടേപ്പ് ഇറ്റ് ആൻഡ് ഹാവ് ഡിഫറെൻറ്റ് ടേപ്സ് ടു ലിസൺ ടു. അതായത് ഇതിൽ വരുന്ന ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജാണ്. അതിൽ കുട്ടികൾക്ക് ഓരോരോ കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അവർ തിരിച്ച് അത് റിപ്പീറ്റ് ചെയ്യുകയും തിരിച്ച് അവർക്ക് ആ കഥയിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ അവർ പറയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ സംസാരിക്കുകയും ചെയ്യുന്നതോടുകൂടി അവർക്ക് അവരുടെ അവർക്ക് ഒരു കഥ ക്രിയേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും അവരിലുള്ള കഴിവുകൾ അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നു. അത് നല്ലൊരു ഏരിയ. ലാംഗ്വേജ് ഏരിയയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുറച്ച് മുതിർന്ന ആളും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസറിങ് സ്കില്ലൊക്കെ ഉണ്ടാവില്ലേ. ഞാനിപ്പോൾ മക്കളോടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം അവരെന്താ ചെയ്തേ, ഇവരെന്താ ചെയ്തേ, എന്നിട്ട് അത് എങ്ങോട്ട് പോയി, അപ്പൊ അവർ ആ കഥ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും മനസ്സിൽ. ഇപ്പൊ നമ്മൾ ജോബ് സാറ് പറഞ്ഞിട്ടില്ലായിരുന്നു മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയ കഥ, ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മോന്. ഏറ്റവും അവസാനം മൂഷിക സ്ത്രീ എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അവസാനം എലിക്ക് മൂഷിക എന്നൊക്കെ പറയും, അത് സ്ത്രീയായി, അവസാനം മല തുറന്നു. അതൊക്കെ കേൾക്കാൻ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അവര് കേട്ടിരിക്കുന്നതും കുറച്ച് സൈലന്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നതും എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് ഏരിയയിലായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ. ഇതിൽ വരുന്നത് ഫിംഗർ പെയിന്റിങ്, പേപ്പർ പ്രിന്റിങ് എക്സെട്ര. ടു ഡു കൊളേഗ്, ജങ്ക് ആർട്ട് ആൻഡ് എക്സെട്ര.
അതായത് ഇതിൽ അവർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ എന്ന് പറയുമ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ടാവും. അവർക്ക് ഓരോ കാര്യങ്ങൾ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് അവർക്ക് കിട്ടും. ഇപ്പോൾ ഫിംഗർ പെയിൻറ്റിങ് ചെയ്യുന്നതിലൂടെ ഇപ്പം അവർക്ക് അവരുടെ തന്നെ ഫിംഗേഴ്സും അല്ലെങ്കിൽ ഹാൻഡ് വെച്ചിട്ട് പെയിൻറ് ചെയ്യുമ്പം അവർക്ക് അത് അതിൻ്റെ ഷേപ്പ് ചിലപ്പോൾ കറക്റ്റ് ആയില്ലെങ്കിൽ അവർ പിന്നീട് അതങ്ങനെയല്ല, എന്നാൽ അതിലൊരു കളറ് കൊടുക്കാം, നല്ലൊരു കാണാനൊരു നല്ലൊരു എന്താ പറയണ്ടത്, കുറച്ച് കളേഴ്സ് അവർ മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്യും. ഒറ്റ കളറായിരിക്കില്ല അവർ യൂസ് ചെയ്യുന്നത്. അതുവഴി അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും പിന്നെ പേപ്പർ യൂസ് ചെയ്ത് അവർ പലതരത്തിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ടും അവർ ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനും പിന്നീട് അവർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് വരുന്നത് മ്യൂസിക് ഏരിയ ആണ്. സ്റ്റോറീസ് വിത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് പിറ്റി ആൻഡ് ദ വോൾഫ് റീഡിംഗ് മേക്ക് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഡ്രംസ് വാട്ടർ ഇൻ ബോട്ടിൽസ്. ഇതിൽ മ്യൂസിക് ഏരിയയിൽ വരുന്നത് നമ്മൾ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടുള്ള, ഇപ്പം പല കുട്ടികൾക്കും ചെറുപ്പം മുതൽ പല കഴിവുകളും ഉണ്ടാവും. ചിലവർക്ക് ക്രാഫ്റ്റിലും ആർട്ടിലും ആയിരിക്കും, ചിലവർക്ക് സ്റ്റഡീസിലായിരിക്കും, മറ്റു ചിലർക്ക് മ്യൂസിക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും ഉണ്ടാകുന്ന കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മ്യൂസിക് ഏരിയയിൽ വരുമ്പോഴേക്കും അവരുടെ കഴിവുകൾ ഏതൊക്കെയാണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൗണ്ടുകൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇപ്പം വാട്ടർ ഇൻ ബോട്ടിൽസ് എന്ന് പറയുമ്പോൾ ഓരോ ബോട്ടിൽസിൽ വാട്ടർ നിറച്ചിട്ട് അങ്ങനെയുള്ള കാര്യമല്ലേ മാം അതിൽ പറയുന്നത്? അതെ. അപ്പോൾ ബോട്ടിൽസിൽ വാട്ടർ നിറച്ചിട്ട് അതിൻ്റെ സൗണ്ട് ഇങ്ങനെയുള്ള സൗണ്ടാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പം അതെല്ലാം അവർക്ക് കുറച്ചും കൂടി അവരുടെ ഒരു കോൺസെൻട്രേഷൻ പിന്നെ അവരുടെ ഫോക്കസ് എല്ലാം വർദ്ധിപ്പിക്കാനും സഹായിക്കും. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. അതിൽ ജിം, ഗെയിംസ് ആൻഡ് മൂവ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ പറയുന്നത് നമ്മൾ നമ്മുടെ എന്താണ് പറയുന്നത്, ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള മെൻ്റലിയും ആണെങ്കിലും ഫിസിക്കലിയും ആണെങ്കിലും നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, ഗെയിംസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുക, നമ്മളുടെ ബോഡിയുടെ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളും അതുവഴിയിട്ട് നമുക്ക് മെൻ്റലി ഉള്ള സ്ട്രെങ്ത്തും വർദ്ധിപ്പിക്കാനായിട്ട് ഈ ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾക്ക് സഹായകമാകും. നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് വൺ വരുന്നത് ഇമാജിനേറ്റീവ് പ്ലേ റോളാണ്. അതിൽ പ്ലേ ദിസ് മാം ഇതിലേ നമ്മളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ 2 ബോക്സസ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഒരൊറ്റ ബോക്സിൽ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി കലർത്തിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിലെങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ ഇമാജിനേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളിലുണ്ടായിരുന്നു മാം. അത് ഫാമിലി എന്നുള്ള കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളുടെയും ഓരോ ഫാമിലി മെമ്പേഴ്സ് ആക്കി, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ, ആന്റി, അങ്ങനെ എല്ലാവരുടെയും അതിൻ്റെതായ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് അതേപോലെ അത്യാവശ്യം വേഷവും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് ഫാമിലി എന്നുള്ള കോൺസെപ്റ്റ്, അതിൽ എൽഡേഴ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ആരാണ്, മക്കൾ ആരാണ്, മൊത്തത്തിൽ ഒരു ഫാമിലി പിക്ചർ എടുത്തിട്ട് അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തു, റോൾ പ്ലേ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ അതാണ് പറയുന്നത്, നമ്മുടെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം എൻ്റെ മോള് പഠിപ്പിക്കുന്ന ഇപ്പോൾ യു കെ ജിയിലാണ് പഠിക്കുന്നത്. LKG-യിലും ഉണ്ടായിരുന്നു, UKG-യിലും ഉണ്ട്. ടെക്സ്റ്റിൽ നമുക്ക് ഫസ്റ്റ് തന്നെ അവരുടെ 2 ടേം ടെക്സ്റ്റാണ് അവർക്ക്. ഫസ്റ്റ് ടേമിൽ ഫസ്റ്റ് പേജിൽ തന്നെ അവർക്ക് ഫാമിലിയാണ് അവർക്ക് പഠിക്കാനുള്ളത്. ഫാമിലിയുടെ ഇമ്പോർട്ടൻസും ഫാമിലിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഞാൻ ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഇപ്പൊ ഗ്രീഷ്മ എന്ന് പറയുന്ന പോലെ അപ്പൊ ആളുടെ പേര് വെച്ചിട്ട് അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കും. LKG-യിലും അങ്ങനെയായിരുന്നു, UKG-യിലും ഇപ്പൊ അങ്ങനെയാണ്. അപ്പം കുട്ടികൾക്ക് ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻസ് അതിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റിൽ അങ്ങനെ ഒരു പോർഷൻ അവർ ഫസ്റ്റ് പേജിൽ തന്നെയാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പോർഷൻ വെച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് അവരുടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവരാരൊക്കെയാണ് എന്നൊക്കെ പറയാനായിട്ടും അവർക്കൊരു പിന്നീട് അവർക്ക് ആരെങ്കിലും ചോദിക്കുമ്പോഴാണെങ്കിലും അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പേജ് അതിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. മാം, ഇതേപോലെ കുട്ടികൾ നമ്മുടെ പാരന്റ്സിനെ ഇമാജിനേറ്റ് ചെയ്യൂല, ചിലപ്പോൾ ഒരു ഡോക്ടറായിട്ട്, നേഴ്സായിട്ട്, കടക്കാരൊക്കെ ആയിട്ട് അവര് ഇമാജിനേഷൻ ചെയ്ത് കളിക്കൂലേ? പല ജോബുകളും തിരിച്ചറിയാൻ പറ്റും. അവര്
ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് മാമന്റെ മക്കളൊക്കെ എന്തെങ്കിലും ഞാനൊരു കച്ചവടക്കാരന്റെ രീതിക്ക് എനിക്ക് അത് തരുമോ, കടലാസ് ചീന്തിങ്ങാണ്ട് ക്യാഷ് ഒക്കെ തരും. അപ്പൊ അവരെ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കടക്കാരനാണ് എന്നുള്ള രീതിക്ക് അങ്ങനെ. നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടല്ലേ, കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട് കട ആയിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന കാര്യങ്ങളാണ് ആ ഒരു റോൾ പ്ലേ. അത് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന റോൾ പ്ലേ തന്നെ ചെയ്യിക്കണം ഇമാജിനേറ്റീവ് പ്ലേ എന്നാണ് പറയുന്നത്. അതായത് മമ്മി ആൻഡ് പപ്പ, ഡോക്ടർ ആൻഡ് പേഷ്യന്റ്, ഡോക്ടർ നഴ്സ്, ടീച്ചർ സ്റ്റുഡന്റ്, ആ ഒരു രീതിയിൽ. ടീച്ചറും കുട്ടിയും കളിക്കാത്ത ഏതെങ്കിലും കുട്ടിയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുപോലെ അത് ഫാന്റസി അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടി ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നു, അവരുടെ രീതികൾ അവർ ഇമിറ്റേറ്റ് ചെയ്യുവാണ് ശരിക്കും. അവർ പറയുന്ന പോലെ അവരുടെ രീതിയിൽ മാനറിസം എല്ലാം അതുപോലെ തന്നെ വരുന്നു. റിലേഷൻഷിപ്പും സിറ്റുവേഷൻസും എല്ലാം മനസ്സിലാക്കുന്നു. അപ്പൊ ഇമാജിനേറ്റീവ് പ്ലേയില് റോൾ പ്ലേ ആണ്. നമ്മൾ കുട്ടികളെ കൊണ്ട് ഇതുപോലെ റോൾ പ്ലേ ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളിപ്പോ പോയ സ്കൂളുകളിലും വർക്ക് ചെയ്യുന്ന സ്കൂളുകളിലും ഒക്കെ ഇത് കാണാം. അപ്പൊ കുറെ ഏരിയ ആയിട്ട് തിരിച്ചു. ഗ്രീഷ്മ നന്നായി പറഞ്ഞു, കുറെ പേര് അത് ആഡ് ചെയ്യുകയും ചെയ്തു അല്ലെ. കൺസ്ട്രക്ഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ വെക്കും. കുറെ ബോക്സസ് ഉണ്ടാവും, അതിൽ കുറെ സാധനങ്ങൾ വിചാരിക്കും വേസ്റ്റ് ആണെന്ന് വിചാരിക്കും. അതുപോലെ ജങ്കായിട്ട് സാധനങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ പേപ്പറൊക്കെ ആയിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡ് പീസസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വുഡൻ പീസസ്, ചെറുത് വുഡൻ പീസസ്, ബട്ടൺസ് ഉണ്ടാകാം. അങ്ങനെ എന്ത് വേണമെങ്കിലും എന്തൊക്കെയാണോ ഒരു ജങ്ക് സാധനങ്ങളെല്ലാം ഉണ്ടാകും. കുട്ടികൾ അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഓരോ ബോക്സിൽ നിന്നും ഓരോന്നെടുത്ത് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. നമ്മള് വില കൊടുത്ത് വലിയ ടോയ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുട്ടിയെ ഹാം ആകുന്ന രീതിയിലുള്ളത് ആവരുത്. കൈമുറിയുന്ന രീതിയിലോ അങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും വെക്കരുത്. അത് പിന്നെ അതുപോലെ നമുക്ക് ചെറിയ സിസറും കുറച്ച് പേപ്പേഴ്സും കൊടുത്തു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്യുന്ന പഠിക്കും. സ്കെയിൽ കൊടുത്തവർക്ക് കറക്റ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുന്നതൊക്കെ ചെറിയ പ്രായത്തില് പഠിപ്പിക്കാം. ലൈൻ വരച്ചിട്ട് ആ ഷേപ്പിൽ കട്ടി അങ്ങനെ എന്തെങ്കിലും ഷേപ്പ് വരച്ചിട്ട് സ്കെയിൽ വെച്ച് പെൻസിൽ വെച്ച് ഇങ്ങനെ വരപ്പിച്ചിട്ട് അത് കട്ട് ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെ കുറെ ആക്ടിവിറ്റീസ് കൊടുക്കാം. സൂചി നൂലും കോർക്കാനായിട്ട് കൊടുക്കുക. ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഷാർപ്പാണല്ലോ. അങ്ങനെ ഇത് ചെയ്യിക്കാം. പിന്നെ ടെക്നോളജി ഏരിയയിലൊക്കെ വുഡൻ പീസസ് ഉണ്ടാവും, ഇലാസ്റ്റിക് ബാൻഡ്സ് ഉണ്ടാവും. അവിടെ അവർ എന്തെങ്കിലും മോഡൽസ് പോലെ അവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഓരോ ഏരിയയിലും കുഞ്ഞുങ്ങളെ നമ്മൾ വിടുമ്പോൾ ഫ്രീ ആയിട്ടും വിടാം, അല്ലാതെ നമുക്ക് വിടാം. ഇവരുടെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുട്ടികളെ നമുക്ക് ഓരോ ഏരിയയിലേക്കും വിടാം. ടെക്നോളജി ഏരിയ ഇത് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഒരു സ്കില്ല് ഓരോരുത്തരുടെ നമുക്ക് മനസ്സിലാകും. ചില കുട്ടികൾ ഫിംഗർ പെയിന്റിങ് നന്നായി ചെയ്യണ്ടാവും, ചില കുട്ടികൾ കൊളാഷ് പേപ്പർ ഇങ്ങനെ പല പല എന്താ പറയാ അബ്സ്ട്രാക്ട് ആയിട്ടൊക്കെ കട്ട് ചെയ്ത് ചിലപ്പോൾ വെറുതെ ടീർ ചെയ്തിട്ടായിരിക്കും, വെറുതെ കീറിയിട്ടൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് എന്തെങ്കിലുമൊക്കെ ഷേപ്സ് ആക്കുക. ആ ഒരു രീതിയിൽ കൊളാഷൊക്കെ ചെയ്യിക്കാനായിട്ട് പറ്റും. പിന്നെ ഗാർഡനിൽ സാൻഡ്പിറ്റ് ഏരിയ ഉണ്ടാവും, കാലുകൊണ്ട് അവർ ആ മണ്ണ് നല്ലപോലെ കുഴയ്ക്കാനും ഒക്കെ അങ്ങനെ രീതിയിലൊക്കെ അവരെ കളിപ്പിക്കുക. അപ്പൊ നേച്ചറുമായിട്ട് അവരെ കണക്ട് ചെയ്യാം. നേച്ചർ ആ ഒരു സാൻഡ് വേറെ മോശമായതൊന്നും ആവരുത്, അതായത് പെസ്റ്റിസൈഡ്സ് കളർന്നതോ അങ്ങനെയുള്ളതായിരിക്കരുത്. ആ രീതിയിൽ നമ്മളുടെ ഒക്കെ മുറ്റത്തൊക്കെ ഉള്ളതാവുമ്പോൾ നമ്മൾ അങ്ങനെ വിഷാംശമൊന്നും ഉണ്ടാവില്ലല്ലോ. നോക്കുക, വല്ല ഷാർപ്പ് ഒബ്ജക്ട്സ് മണ്ണിന്റെ അടിയിലുണ്ടോ അതൊക്കെ നോക്കിയിട്ട് ആ സാൻഡ് നല്ലതുപോലെ ലൂസാക്കി എടുത്തിട്ട് വേണം സാൻഡ് പിറ്റ് ഏരിയ അവർക്ക് ആക്കി കൊടുക്കാൻ. പിന്നെ വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാവും. വാട്ടർ പ്ലേ ഏരിയയിൽ നമുക്കറിയാം സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു റെഡിമെയ്ഡ് പോലെ വാട്ടർ പ്ലേ കിട്ടുമല്ലോ, അധികം അപകടമൊന്നും സംഭവിക്കാത്ത, ഇങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്ത് വീർപ്പിച്ച് വെക്കാവുന്ന ടൈപ്പിലുള്ള ചെറിയ പൂള് പോലത്തെ ഒക്കെ കിട്ടില്ലേ, അതൊക്കെ ആണെങ്കിൽ അധികം ചെറിയ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വാട്ടർ പ്ലേ. പിന്നെ ബോർഡ് ഗെയിംസ് യൂസ് ചെയ്യാം. പല രീതിയിലുള്ള മാത്സ് ഏരിയയില് പല ഷേപ്സും പാറ്റേൺസും. ലാംഗ്വേജ് ഏരിയയില് കുട്ടികളെ കഥ കേൾപ്പിക്കാം. ഇപ്പം പലയിടത്തും സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെയാണ് സ്കൂളുകളിലൊക്കെ, അപ്പൊ വീഡിയോ കാണിച്ചും അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. പണ്ടത്തെ പോലെ ടേപ്പ് എന്നുള്ള പരിപാടി ഇപ്പൊ വേണമെന്നില്ല, എല്ലാം പെൻഡ്രൈവിലൊക്കെ വെച്ചിട്ട് ഒക്കെ അങ്ങനെ കുറെ കൂടെ ഒന്ന് സോഫിസ്റ്റിക്കേറ്റഡ് ഒക്കെ ആയിട്ടുണ്ട്. പണ്ടാണ് ടേപ്പ് റെക്കോർഡറും അങ്ങനത്തെ വീഡിയോ ടേപ്പും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം പണ്ടത്തെ ഒരു അതൊക്കെ ഇനി എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടതായിട്ടിരിക്കും. ഓക്കെ. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ നേരത്തെ പറഞ്ഞിരുന്നു, പേപ്പർ പ്രിന്റിങ്ങും ഫിംഗർ പെയിന്റിങ്ങും അതുപോലെ കൊളാഷ്, ജങ്ക് ആർട്ട്, എന്തെങ്കിലും ജങ്ക് ഒബ്ജക്ട്സ്, അതായത് ഇപ്പോ ബട്ടൺസ്
പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മെറ്റീരിയൽസ് ഒക്കെ അതൊക്കെ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പല പല ഷേപ്സ് ഉണ്ടാക്കാം. അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി നല്ലപോലെ മനസ്സിലാവും. പിന്നെ കില്ലിംഗ് ആർട്ട്, ആ കില്ലിംഗ് പേപ്പർ അല്ലേ, അതൊക്കെ വെച്ചിട്ട് ചെയ്യിക്കാനൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും. അത് പിന്നെ കുറച്ച് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് വാങ്ങണമല്ലോ. അതില്ലാതെ നമുക്ക് നമ്മളുടെ പഴയ ഡ്രസ്സിലെ ബട്ടൺ, അതുപോലെ അതിലെ ചില ഡ്രസ്സിലൊക്കെ റിബൺ വെച്ചിട്ട് പൂക്കളും അങ്ങനെ ഇങ്ങനെ പല പല ഷേപ്പ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുക്കാം. അങ്ങനെ ഉള്ളതൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ ഉപേക്ഷിക്കുന്ന ഏതെങ്കിലും പേഴ്സിലേക്ക് ചിലപ്പോൾ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റോൺ അങ്ങനെ കിട്ടുന്ന എന്ത് ജങ്ക് ഐറ്റംസും യൂസ് ചെയ്ത് അതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഈ നല്ല പൈപ്പ് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസസ് ഒക്കെ വരുമല്ലോ, നമ്മൾ ഈ ടിഷ്യൂ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത്, അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പെൻ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടാക്കാം. അങ്ങനെ അങ്ങനെ ജങ്ക് ഐറ്റംസ് വെച്ചിട്ട് പലതും ചെയ്യാം. മ്യൂസിക് ഏരിയ, മോണ്ടിസോറി എന്താ പറയാ എൻവയോൺമെന്റിലുള്ള ഒരു ഏരിയ ആണ് മ്യൂസിക് ഏരിയ. അവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ വാട്ടർ ഇങ്ങനെ വെച്ചിട്ട് ഡിഫറെന്റ് ലെവലിൽ വാട്ടർ വെച്ചിട്ട് പല രീതിയിലെ സൗണ്ട്സിന്റെ ഡിഫറൻസ്, അങ്ങനെ പലതും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, നമ്മൾ ഓൾറെഡി നമ്മളെ ക്ലാസ്സിൽ അവരെ പല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കും അല്ലെ. പിന്നെ ഗെയിംസിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കാം. ഏതെങ്കിലും പിന്നെ സൂംബ ഡാൻസ് ചെയ്യിക്കാം, ആക്ഷൻ സോങ് കൊടുത്ത് ഡാൻസ് ചെയ്യിക്കാം. അങ്ങനെ പല രീതിയിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഡിപ്പെൻഡ് നമ്മളുടെ ഒരു ഐഡിയയും കുട്ടികളുടെ ഒരു ഇഷ്ടം കൂടെ നോക്കിയിട്ട് ചെയ്യാം. ഇമാജിനേറ്റീവ് പ്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മളും നമ്മളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളുടെ ലിമിറ്റഡ് സൗകര്യത്തിൽ നമുക്കും ഇതുപോലെ ഏരിയാസ് അവർക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. കാരണം കുട്ടികളുടെ വളർച്ച അത് നല്ല ഡെവലപ്മെന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്ലീസ്. എൻ്റെ വീട്ടിൽ ഞാനിപ്പം ഇത് പഠിക്കുമ്പം സമയത്ത് നമ്മൾ പ്രാക്ടിക്കൽ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാർഡ്ബോർഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ മോൾ അടുത്ത് വന്നിരുന്നുകൊണ്ട് അതിൽ നിന്ന് വരുന്ന കട്ട് പീസസ് ഒക്കെ ആള് കളക്ട് ചെയ്തിട്ട് അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് അപ്പം എൻ്റെ സ്കെച്ചും സാധനങ്ങളൊക്കെ അടുത്തുണ്ടാവും. അതൊക്കെ എടുത്തിട്ട് പെയിന്റ് അടി തുടങ്ങും ആള്. പിന്നെ എന്ത് ചപ്പും ചവറും കിട്ടി കഴിഞ്ഞാലും എടുത്ത് വാരിക്കൂട്ടി ആള് ഭയങ്കര. ഒരു ദിവസം വീട്ടിൽ വെച്ചൊരു കാർഡ്ബോർഡ്, നമ്മൾ ഈ ഷർട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാർഡ്ബോർഡ് ഇല്ലേ, ആ കാർഡ്ബോർഡ് എടുത്തിട്ട് അതില് ഒരു ചില്ലിയുടെ ഷേപ്പിൽ ഇങ്ങനെ കീറി എടുത്തു ആള്. ചില്ലിയുടെ ഷേപ്പിൽ കറക്റ്റായിട്ട് കീറി എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മയ്ക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് അവള് പറഞ്ഞൊരു ലാംഗ്വേജിന്റെ ഒരു രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അമ്മ ഞാനൊരു സംഭവം കാണിച്ചു തരാം നമുക്ക്, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണെരിയും. അപ്പൊ ഞാൻ കണ്ണെരിയും, അതെന്താണ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ കാർഡ്ബോർഡ് തിരിച്ചു കാണിച്ചു. എനിക്ക് മനസ്സിലായില്ല എന്താ ആളെ ഉദ്ദേശിച്ചെന്ന്. അവരുടെ ഇത് കണ്ടില്ലേ, ഞാൻ പച്ചമുളകാണ് ഉണ്ടാക്കി വെച്ചേക്കണ പച്ചമുളകാണ്. അപ്പൊ അവള് പറഞ്ഞ ഒരു ലാംഗ്വേജ്, അവളുടെ ഇമാജിനേഷൻ പോയൊരു വഴിയാണ് ഞാൻ ആലോചിക്കുന്നത്. അവള് അത് കറക്റ്റായിട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൈയും കൊണ്ടാണ് ഇങ്ങനെ കീറി എടുത്തു. കൈയും കൊണ്ട് ആ ഷേപ്പില് കീറി എടുത്തിട്ടാണ് പറയുന്നത് എന്നോട്, അമ്മ ഇത് കണ്ടില്ലേ, ഞാനിത് പച്ചമുളകാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിൽ കളർ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ട് എല്ലാവരോടും വന്ന് പറഞ്ഞ് അത് സ്കൂളിൽ കൊണ്ടുപോയി ടീച്ചറിനെ കാണിച്ചു. അപ്പം ഞാനപ്പോൾ അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് വീട്ടിലെല്ലാവരും അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പം ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തപ്പോൾ കൊള്ളാം അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി ആൾക്ക്. അപ്പൊ ആൾക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യണത്. ആൾക്ക് പഠിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം കളർ ചെയ്യാനായിട്ടാണ്. എൻ്റെ സ്കെച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടൂല. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കളർ, എല്ലാത്തിന്റെ അടുത്തൊരു കൊടി വരച്ചു വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലാഗ് ഉണ്ടാവും. അതെന്താണ് ആളങ്ങനെ വരക്കണേന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരുപാട് നമ്മൾ ഫ്ലാഗ് എടുത്തുകൊണ്ടിട്ടായിരിക്കും ആള് എന്ത് പിക്ചർ വരച്ചാലും സൈഡിൽ ഒരു ഫ്ലാഗ് വരച്ചു വെക്കും. ഓക്കെ, വെരി ഗുഡ്. ഗ്രീഷ്മ എത്ര പ്രായമുണ്ട് മോൾക്ക്? ആൾക്ക് ഇപ്പം 5 വയസ്സാകുന്നേ ഉള്ളൂ. UKG-ലാണ് പഠിക്കുന്നത്. അപ്പൊ ഇയാള് കാണിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇളയാളും കാണിക്കും. ഇയാളുടെ കണ്ടാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ഫൈൻ. Okay, so next, development of emotional and spiritual life. Okay, ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈൻ മോട്ടോർ സ്കില്ലും കാണിക്കാൻ പറ്റില്ല കുട്ടികളെ? തീർച്ചയായിട്ടും അത് എന്തായാലും വേണം. കാരണം ആ സമയത്ത് അവരുടെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ്. അത് ചെയ്യുമ്പോഴാണ് അവർക്ക് എഴുതാനും കുറെ സമയം ഇരുന്ന് എഴുതാനും അങ്ങനെ കൈകൊണ്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും പറ്റുള്ളൂ. അപ്പൊ ഹാൻഡ് ആണ് കുട്ടികളുടെ ഏറ്റവും
എന്താ പറയാ അവരെ ഡെവലപ്പ് ചെയ്യിക്കുന്നതിൽ സഹായിക്കുന്ന ഒരു ടൂള്, ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെയ്യാം. ഈ മറ്റേ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ ഞാൻ സ്കൂളിൽ ടീച്ചറിനൊപ്പം ഞാൻ പറഞ്ഞില്ലേ മാമിനോട് ജയിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ അവരുടെ ഫൈൻ മോട്ടോർ സ്കില്ലിന് കീപ്പ് ചെയ്യുന്നല്ലേ? വിരലുകൾ അതിൽ മൂവ് ചെയ്യല്ലേ? യെസ്. മാം, ഫൈൻ മോട്ടോർ സ്കില്ലിന്റെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ എനിക്കൊന്ന് സിമ്പിൾ ആയിട്ടുള്ളത്, നമ്മൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി മാവിന്റെ ഒരു ഉണ്ടെടുത്ത് കൊടുത്താൽ മതി. എന്റെ മോൻ ദിവസം പറയും ചപ്പാത്തി ഉണ്ടാക്കാമേ, ഇന്ന് ചപ്പാത്തി ആയാലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഒരു ഉണ്ട കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എടുത്തോണ്ട് പോകും. പാമ്പ്, തവള, ആമ. പക്ഷെ അതൊക്കെ പിള്ളേരെ ക്രിയേറ്റീവ് ആണെങ്കിലും അത് ക്രിയേറ്റീവ് ആയിട്ടും വരും. പിന്നെ ഇങ്ങനെ വെള്ളം നല്ലോണം ഇതൊക്കെ ആക്കി കുറെ കഷ്ടപ്പെട്ട് കുഴച്ച് ഇടയ്ക്ക് അതിൽ കുറെ വെള്ളം കൊണ്ടുവച്ച് അത് പുളിയാക്കി പിന്നെയും മാവെന്ന് ചോദിച്ച് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. പക്ഷെ അവര് കുറെ കഷ്ടപ്പെടും ഇതിന്റെ മുകളിൽ. അതെ. സോ ഹു ഈസ് റെഡി ടു റീഡ് ദിസ്? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നമ്മളുടെ ഏരിയാസിനെ കുറിച്ച്? ആർക്കെങ്കിലും ഫ്രം യുവർ എക്സ്പീരിയൻസ്? മാം, ശരിക്കും നമുക്കില്ലേ ഇത്രയും ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ നമുക്ക് വീട്ടില് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും മാം? അതൊക്കെ സ്കൂൾ ബേസിൽ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ ബെറ്റർ ആവുക? അത് ഞാൻ പറഞ്ഞല്ലോ, നോർമൽ ഫാമിലി ആവുമ്പം കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ സ്പേസ് കൊടുക്കുക എന്നുള്ളത്, പക്ഷെ എല്ലാ പാരന്റ്സിനും അത് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടെ നമുക്കത് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇത് കേൾക്കുമ്പോ നല്ല രസമുണ്ട്, ഒരു പൂള്, കളിക്കാനുള്ള സ്ഥലം, വെള്ളം. പക്ഷെ എല്ലാവർക്കും അത് സെറ്റ് ആവുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജങ്ക് ആയിട്ടുള്ള ഈ പേപ്പർ അതൊക്കെ ചെയ്യാനായിട്ട് ചിലതൊക്കെ പറ്റുമല്ലോ, ചിലതൊക്കെ പറ്റുമായിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ സ്കൂളിൽ അത് ചെയ്യണം എന്നുള്ളത് സ്കൂൾ അതോറിറ്റീസിനും കൂടെ മനസ്സിലാവണമല്ലോ. എല്ലാ സ്കൂളിലും ഇതില്ലല്ലോ. എല്ലാ സ്കൂളിലും ഇങ്ങനെ ഒരു ഏരിയ കുട്ടികൾക്ക് വേണ്ടിയുണ്ടോ? ഈവൻ LKG UKG തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഭയങ്കര ഷൗട്ടിംഗ് ഒക്കെ കേൾക്കാം ചില സമയത്ത് ക്ലാസ് റൂമിൽ നിന്നൊക്കെ. അപ്പം ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ അവന് ഈ പിങ്ക് ടവർ അതൊക്കെ ഞാൻ ഉണ്ടാക്കാം. അവൻ LKG ഇപ്പൊ UKGയിലാണ്. ഈ പിങ്ക് ടവർ സംഭവം അവരൊന്നും കണ്ടിട്ടും കൂടി ഇല്ല. ഞാൻ കാണിച്ചെടുക്കട്ടെ, നിങ്ങൾ പഠിക്കേണ്ട സാധനങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ, നീ ചെയ്ത് നോക്കുന്നെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഇത് കാണിച്ചു തന്നിട്ടില്ല, ഞങ്ങൾ സ്കൂളിൽ ഈ സാധനം ഇല്ല. അവർക്കത് ഈ ഒരു സാധനവും കണ്ടിട്ടില്ല. പക്ഷെ ടെക്സ്റ്റിൽ എഴുത്തും വായനയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പോയിട്ട് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ ഇതൊന്ന് സെറ്റ് ആയി കൊടുക്കണം. സ്കൂളിൽ അതിനുള്ള ഒരു ഏരിയ ഇല്ല. പക്ഷെ നമ്മളുടെ ഏതോ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് ഒരു ട്രെയിനിൽ പോയപ്പോ ആ പ്രിൻസിപ്പൾ റിക്വസ്റ്റ് ചെയ്തു ഇതുപോലെ സാധനങ്ങൾ സ്കൂളിലേക്ക് വേണ്ടി ചെയ്തു തരുമെന്ന്. അവർക്കത് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ, അങ്ങനെ എല്ലാവർക്കും തോന്നണമെന്നില്ലല്ലോ. ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളെല്ലാം നോബിഡ് സിലിണ്ടർ, സാൻഡ് പേപ്പർ. ഞാൻ ഒരു ദിവസം ടീച്ചർ ഇല്ലാത്ത സ്ഥിതിക്ക് പ്ലേ സെക്ഷനിൽ പോയായിരുന്നു മാം. അപ്പൊ ഒരു ചെറിയ മോന്റെ കയ്യിൽ 2.5 വയസ്സല്ലേ ഉണ്ടാവും പ്ലേ സെക്ഷൻ എന്ന് പറയുമ്പോൾ. ഈ സാൻഡ് പേപ്പർ A ലെറ്ററിന്റെ B ലെറ്ററിന്റെ ഒക്കെ കാണുന്നുണ്ട്. അവരത് ഇൻട്രസ്റ്റിൽ കളിക്കുന്നുണ്ട്. നോബിഡ് സിലിണ്ടർ LKG UKG ക്ലാസ് ആയിക്കോട്ടെ, ടീച്ചർ ലേറ്റ് ആകുമ്പോൾ അല്ല എല്ലാ കുട്ടികളും വരാം. രാവിലെ കുറച്ച് നേരത്തെ എത്തുന്ന കുട്ടികൾക്കൊക്കെ അവർ കൊടുക്കുന്നത് ഈ നോബിഡ് സിലിണ്ടേഴ്സ്. അവരിതൊക്കെ വെച്ചാണ് ആ ടൈം അവർ അവിടെ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിപ്പിച്ച ഏകദേശം കുറെ മെറ്റീരിയൽസ് ഞാൻ അവിടെ കണ്ടിരുന്നു. കേരളത്തിലെ ഭൂരിഭാഗം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഭൂരിഭാഗം സ്കൂളിലും ഈ സാധനങ്ങളൊന്നുമില്ല. കുറച്ച് ഇന്റർനാഷണൽ ആ ഒരു ടച്ചുള്ള സ്കൂളുകളിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഓരോരോ നമ്മൾ ചേർത്തുന്ന സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തോന്നുന്നു. അതെ, നമ്മൾ സാധാരണ എല്ലായിടത്തും ട്രഡീഷണൽ മെത്തേഡ് തന്നെയാണ്. പിന്നെ ആ സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ ഒരു താല്പര്യമായിരിക്കും. മോണ്ടിസോറി മെത്തേഡ് അറിയുമ്പോൾ അവർ മിക്സ് ചെയ്യും. ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും കൂടെ മിക്സ് ചെയ്തിട്ട് KG സെഷനിൽ കൊടുക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ മെറ്റീരിയൽസ് അവിടെ വരുന്നതും. പക്ഷെ സാധാരണ സ്കൂളിലെ പോലെ തന്നെ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്, ഹോംവർക്കായിട്ടും എഴുതാനും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ മിക്സ് ചെയ്തിട്ട് അവര് KG സെഷനിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിലും പ്രോബ്ലം ഇല്ല, കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരു സമയം കിട്ടുമല്ലോ. മാം, ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളിൽ ഞാൻ കൊച്ചു പഠിക്കുന്ന സ്കൂളിൽ തന്നെ പോയത്. അപ്പം LKGയിലായിരുന്നു എൻ്റെ ക്ലാസ്. അപ്പം ഓട്ടിസം ബാധിച്ചൊരു കൊച്ചുണ്ട്. അപ്പം അവനെ എഴുതാൻ അറിയത്തില്ല, പക്ഷെ ഓറലെല്ലാം ഇപ്പം ഞാൻ സാൻഡ് പേപ്പർ ലെറ്റർ എല്ലാം കൊണ്ടുപോയപ്പം Z അവരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോകുമ്പോൾ ഈ വരെ എത്തിയതുള്ളൂ. പക്ഷെ അവനെല്ലാം സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നതുകൊണ്ട് എല്ലാ വേർഡും അവനറിയാം. ഇത് ഏതാ ലെറ്റർ, ഓരോ ലെറ്ററും എടുത്തിട്ട് അവൻ എന്നോട് തന്നെ ഇത് Z ആന്ന്, ഇത് X ആന്ന് എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു തരുക. അതിൽ നമ്മളൊരു പിക്ചർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ന പിക്ചറാന്നെല്ലാം അവൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവൻ എഴുത്ത് മാത്രം അവനാകുന്നില്ല.
ഞാനിട്ട് അവരോട് പറഞ്ഞു ഇതേപോലെ സാൻഡ് പേപ്പർ ലെറ്റർ വെച്ചിട്ട് കൈവച്ച് എഴുതിപ്പിച്ചാൽ അവൻ എഴുത്ത് വേഗാവും എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക്, ചെറിയൊരു ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഈ മെത്തേഡ് വളരെയധികം റിസൾട്ട് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ തെറാപ്പിക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വരില്ല. പക്ഷെ തെറാപ്പി ഇതേ മെത്തേഡും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ആ റിസൾട്ട് വരുന്ന കുറച്ചുകൂടെ ഓട്ടിസത്തിന്റെ ഇതുള്ള കുട്ടികൾക്കും ലേണിംഗ് ഡിസബിലിറ്റി അങ്ങനത്തെ എന്തെങ്കിലും ഡിഫോർമേഷൻ ഉള്ള കുട്ടികൾക്കും വളരെയധികം ഹെൽപ്ഫുൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ്. ഞാനൊരു സ്പെഷ്യൽ സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ എല്ലാ മെറ്റീരിയൽസും തന്നെ മോണ്ടിസോറി മെത്തേഡിലെ മെറ്റീരിയൽസ് ആയിരുന്നു. അവിടെ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ഫുള്ളി ബ്ലൈൻഡ്, പാർഷ്യലി ബ്ലൈൻഡ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, ബ്രെയിലി ലിപി അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് വെച്ചിട്ട്. പിന്നെ നമ്മുടെ പിക്ചർ കാർഡ്, വേർഡ് റീഡിംഗ് കാർഡ് എല്ലാം അവിടെ ഉണ്ട്. ഇച്ചിരി വിഷൻ ഉള്ള കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ സെൻസസ് യൂസ് ചെയ്ത് തന്നെയാണ് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. കാരണം അവരുടെ ഏതെങ്കിലും ഒരു സെൻസ് വർക്കിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ കാണാൻ പറ്റിയില്ലെങ്കിൽ കേൾവി, അപ്പൊ പിന്നെ ടച്ച്, ഒട്ടും ബ്ലൈൻഡ് ആയിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു കേൾക്കുന്നതും ഈ ടച്ച് ചെയ്യുന്നതുമാണ്. അപ്പൊ ടച്ച് ചെയ്താണ് പലതും അവർ മനസ്സിലാക്കുന്നത്. അതിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അവർ ടച്ച് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഞാനൊരു നോട്ട്ബുക്ക് വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, കയ്യിൽ കീപ്പ് ചെയ്യുന്നത്. സബ്മിറ്റ് ചെയ്യാനൊന്നും അല്ല കേട്ടോ, അത് ഒരു അസസ്മെന്റ് ടൂള് പോലെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ അല്ലെ. അത് വരുന്നുണ്ട്. ഞങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യുന്നതേ ഉള്ളൂ. റെക്കോർഡിന്റെ ഒക്കെ എല്ലാം തിരക്കിലാണ്. അത് നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. കാരണം ആഫ്റ്റർ ദ കോഴ്സ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്കൊരു അസസ്മെന്റ് ടൂളിന് വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞു മുന്നിൽ വരുമ്പോൾ അവന്റെ ഏജിനനുസരിച്ച് രീതികൾ മനസ്സിലാക്കി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഒരു നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് കഴിയുമ്പോൾ മറിയാം മോണ്ടിസോറി ഡിവൈഡ് ചെയ്ത ആ ഒരു സ്റ്റേജസ് നമുക്ക് കാണാനായിട്ട് പറ്റും. 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തു കുട്ടികളുടെ ഗ്രോത്ത്. ആ ഓരോ സ്റ്റേജിനെയും വീണ്ടും 2 പീരീഡ് ആക്കി. അങ്ങനെ 4 പീരീഡ്സ് വരുന്നുണ്ട് ആ 2 സ്റ്റേജിലും. ആ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മറിയാം മോണ്ടിസോറി. അപ്പൊ അത് ആണ് നമ്മൾ ഇതിലേക്ക് എഴുതാൻ പോകുന്നത്. ചൈൽഡ്ഹുഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അഡൽട്ട്ഹുഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബർത്ത് തുടങ്ങിയിട്ട് 24 ഇയേഴ്സ് വരെയാണ് മറിയാം മോണ്ടിസോറി ഈ ഗ്രോത്തിന്റെ സ്റ്റേജിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തത്, ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും. ഈ ചൈൽഡ്ഹുഡ് തന്നെ 0 to 12 ഇയേഴ്സ് ആണ് ചൈൽഡ്ഹുഡും, 12 to 24 ഇയേഴ്സ് ആണ് അഡൽട്ട്ഹുഡ് പറഞ്ഞത്. ഈ 0 to 12 ഇയേഴ്സിനെ മറിയാം മോണ്ടിസോറി വീണ്ടും 0 to 6ഉം 6 to 12ഉം ആയിട്ടുള്ള 2 പീരീഡ് ആക്കി. പിന്നെ അഡൽട്ട്ഹുഡിലെ 12 to 24, 12 to 18ഉം, അതായത് ആ ടീനേജിന്റെ പീക്ക് ടൈമും, പിന്നെ 18 to 24. 18 ഒക്കെ കഴിയുമ്പോഴേക്കും പതുക്കെ കുട്ടികൾ മെച്യൂരിറ്റിയിലേക്ക് തിരിയും. അത് അവരുടെ ഇമോഷൻ, ഇന്റലക്ച്വൽ ലെവലൊക്കെ മെച്യൂർ ആവാൻ തുടങ്ങും. 24 വയസ്സാകുമ്പോഴേക്കും ബ്രെയിൻ പൂർണ്ണ വളർച്ചയെത്തും. ബ്രെയിനിന്റെ ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡും മുഴുവനായിട്ടും ഡെവലപ്പ് ആകുന്ന ഒരു കാലഘട്ടമാണ് 24 വയസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 0 to 6 ഇയേഴ്സ് ഫസ്റ്റ് പീരീഡ്, 6 to 12 ഇയേഴ്സ് സെക്കൻഡ് പീരീഡ്, 12 to 18 ഇയേഴ്സ് തേർഡ് പീരീഡ്, 18 to 24 ഫോർത്ത് പീരീഡ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഈ കുട്ടികളെ അനലൈസ് ചെയ്യുന്നു. കാരണം 24 ഇയേഴ്സ് വരെയും പറയാൻ കാരണം ഇവർ അത് കഴിയുമ്പോൾ അവര് നല്ല ഇരുത്തം വന്നവരായി നമ്മൾ പറയില്ലേ, മെച്യൂർ ആയി, പിന്നെ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്നെ 3 ഏരിയയെ കുറിച്ച് ഡീപ്പായിട്ട് നോളജ് അക്വയർ ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്ന് ചൈൽഡ് സൈക്കോളജി, മറ്റൊന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി, പക്ഷെ അത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, അത് എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അതുകൂടാതെ ഡെവലപ്മെന്റൽ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ കുട്ടിയുടെ കുട്ടിക്കാലം, അത്ര ആ ഒരു സമയത്ത് കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നു. അതായത് നമ്മളെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി
നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. ആ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള ബിഹേവിയർ, കൂട്ടത്തിലിരിക്കുമ്പോഴൊരു ബിഹേവിയർ, കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ എല്ലാം മനസ്സിലാക്കി ആ കുട്ടിയെ ഏത് രീതിയിൽ പഠിപ്പിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണൽ ആണെങ്കിലും അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. കുട്ടിക്ക് തന്നെ അത് തന്നെ മാനേജ് ചെയ്യാൻ പറ്റണം. അവന്റെ ഇമോഷൻസും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി അറിഞ്ഞിരിക്കട്ടെ. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എൻറ്റയർ ലൈഫ് സ്പാൻ, അതായത് അമ്മയുടെ വോംബിലായിരിക്കുമ്പോൾ വോം ടു ടോപ്പ്, ആ ഗർഭപാത്രത്തിൽ തുടങ്ങി ശവകുടീരം വരെയുള്ള ഒരു മനുഷ്യന്റെ യാത്രയുണ്ടല്ലോ, എൻറ്റയർ ലൈഫ് സ്പാൻ, അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അപ്പൊ അതിലിതെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഈ 3 ഏരിയ ചിലര് പറയും സൈക്കോളജി ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന്. പക്ഷെ വൺസ് നമ്മൾ അതിനെ പറ്റി അറിയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഈവൻ നമ്മുടെ കുറച്ച് പ്രശ്നങ്ങൾ തന്നെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചില സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നു, ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്നു. സോ നമ്മളെ ഒന്ന് ഷേപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ശരിക്കും സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ മനസ്സിലാക്കണം, അതൊരു ഹ്യൂമൻ മൈൻഡിന്റെ സ്റ്റഡിയാണ്. നിങ്ങൾ പഠിച്ച് പണ്ട് ആൾക്കാർ പറയുന്നത് സൈക്കോളജി പഠിച്ച അയാൾക്ക് വെട്ട എന്നുള്ള രീതിയിൽ ആ ലെവലിലേക്ക് പോരുത്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ലൈഫിലും അപ്ലൈ ചെയ്യാം. നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ലൗഡ് വൺസ് ആയിട്ട് നമ്മുടെ ചുറ്റുപാടുള്ളവരെ, നമ്മുടെ ഫാമിലി പലരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളെ ഡീൽ ചെയ്യാൻ പോകുന്നവരാണ് നിങ്ങൾ. നമ്മൾ ഒത്തിരി കമ്മിറ്റഡ് ആണ്, അത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താ പറയാ, മെഷീൻസ് ഒന്നും അല്ല മുന്നിൽ വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്സ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി വെക്കാൻ പറ്റില്ല. ജീവനുള്ള പ്യുവർ സോൾസ് ആണ്. നമ്മൾ പ്യൂരിഫൈഡ് ആകണം ആദ്യം. നമ്മുടെ ഹാർട്ട് ആദ്യം പ്യൂരിഫൈഡ് ആകണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ കുട്ടികളെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ടോപ്പിക്കും എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും തോന്നുന്നു. മേബി 2 ക്ലാസ് വട്ടവർ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചിട്ടൊക്കെ വരിക. ലീഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ലീഡ് ദ ക്ലാസ്. കാരണം നിങ്ങളിപ്പോ പ്രാക്ടിക്കൽ സെഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. ഫെസിലിറ്റേറ്റേഴ്സ് ആയി കഴിഞ്ഞു. എക്സാം എഴുതിയാലാവുമെന്ന് ഞാൻ പറയില്ല. പ്രാക്ടിക്കലും കഴിഞ്ഞ് മോണ്ടിസോറി മെത്തേഡ് ഇപ്പൊ മനസ്സിലായി അപ്ലൈ ചെയ്യാനായിട്ട് അറിഞ്ഞു കഴിഞ്ഞു. ദാറ്റ് മീൻസ് യു ആർ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. തുടക്കത്തിൽ വന്നവരല്ല. യെസ് പ്ലീസ്. ഔട്ട് ഓഫ് സിലബസ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ സെറ്റ് എക്സാമിന്റെ ഒക്കെ ഭയങ്കര ഇഷ്യൂ നടക്കുന്ന ടൈമല്ലേ? ഇപ്പൊ നമ്മൾ സെറ്റ് എക്സാം ഇല്ലാത്ത സെറ്റ് ചെയ്താത്ത അധ്യാപകരൊക്കെ പുറത്താക്കുന്നു, അങ്ങനെ ഇങ്ങനെ. നമുക്ക് ഇതിന് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ എക്സാം ഉണ്ടോ മാം, മോണ്ടിസോറി ബേസ്ഡ് ആയിട്ടുള്ള? ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ പണ്ട് PSC ഒക്കെ വിളിക്കായിരുന്നു. ഇപ്പൊ PSC വിളിക്കാറുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് PSCക്ക് വിളിച്ച് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഞാനൊന്നും എഴുതിയില്ലായിരുന്നു. 40 എന്തോ ആയിരുന്നു തോന്നുന്നു ഏജ്. എനിക്ക് ജസ്റ്റ് ആ ഒരു ഏജ് ആകുന്ന ടൈമിൽ ഞാൻ എഴുതിയില്ലായിരുന്നു. ആ സമയത്ത് PSC വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ PSCയിൽ അതിന്റെ ഓപ്പണിങ്സ് ഉണ്ടോ എന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. അത് ജയദേവ് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് അറിയാൻ പറ്റും. സാർ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സാറിനോട് പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ മാം. ഇതിന്റെ കുറെ കരിയർ സെക്ഷൻ ഒക്കെ പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ചെറിയൊരു ക്ലാസ് സാറിന് പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്യാൻ പറയുമോ? ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടോ? വൈവ എപ്പോഴാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവോ മാം? നമ്മുടെ വൈവ ഞാൻ അത് ഇന്നൊന്ന് സംസാരിക്കട്ടെ. കാരണം സാധാരണ എക്സാംസ് കഴിയുമ്പോഴാണ് വൈവ വെക്കാറ്. തിയറി എക്സാം, മെയിൻ എക്സാം കഴിയുമ്പോൾ. പക്ഷെ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾ വൈവയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷെ വൈവ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്കുകളും റെക്കോർഡുകളും എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. ഞാൻ അത് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം, ഏത് സമയമാകുമ്പോഴേക്കും വരുന്നുള്ളത്. മാം, ആ 5th പിക്ചേഴ്സ് നെയിം ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഒന്നത് ആഡ് ചെയ്ത് തന്നിരുന്നെങ്കിൽ. തരാം. ഓക്കെ, എനിത്തിങ് എൽസ് പ്ലീസ്? സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് പ്ലീസ്. Yes, ma'am. First of all, thank you so much, Jisha ma'am, for this wonderful session and also experiential and understanding way for learning method. Today we learned about the child will go through 5 stages in the process and also learning materials for kids. I also want to thank you, my friends, for all the support and involvement. See you all on next time. And once again, thank you, ma'am. Thank you, friends. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.